മനുഷ്യരെ അനുദിനം വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന പരമപരിശുദ്ധനായ പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സോളെ ആദ്യമായി വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സോളെ, ദൈവമായ കർത്താവ് നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നത് കൊണ്ട് പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തു, നിയമമായിട്ട് തന്നെ നൽകി, അടിമകളായ പുരുഷന്മാരുടെ ഇടത് കാത് കുത്തണമെന്ന്. അടിമകളായ പുരുഷന്മാരുടെ ഇടത് കാത് കുത്തി അതിൽ കമ്മലിടും. അത് നിയമാവർത്തനം 15-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിലും പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിലും വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമകാലത്ത് സാത്താൻ സേവക്കാരായ പുരോഹിതന്മാർ ഇടത് കാതുകുത്തി കുരിശ് തലകീഴായിട്ടു. ഞങ്ങൾ പിശാചിൻ്റെ അടിമകളായി ആണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ഇതിനെ അനുകരിക്കുന്ന ഒരുപാട് സാത്താൻ സേവക്കാർ, ബിസിനസ്സുകാർ, അതുപോലെ ഫിലിം ആക്ടേഴ്സൊക്കെ ഇടത് കാതുകുത്തി പുരുഷന്മാർ കമ്മലിടുന്നുണ്ട്. ഇതൊരു ഫാഷനാണ് എന്ന് വിചാരിച്ച് ക്രൈസ്തവ വിശ്വാസികളും ഇടത് കാതുകുത്തി കമ്മലിടുകയാണ്. സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്നു, അടിമകളായ പുരുഷന്മാർ ഇടത് കാതുകുത്തി കമ്മലിടണം. സാത്താൻ സേവക്കാർ ഞങ്ങൾ പിശാചിൻ്റെ അടിമകളാണ് എന്ന് പറഞ്ഞിട്ടാണ് കാതുകുത്തി കമ്മലിടുന്നത്. അപ്പോൾ കാതുകുത്തി കമ്മലിടുന്ന പുരുഷന്മാർ ഒന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾ ആരുടെ അടിമകളാണ്, ഏത് പിശാചിൻ്റെ അടിമയാണ് എന്ന് വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.